ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോപ്പുലർ ഫിനാൻസ് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്തയാണ് കോമ്പറ്റന്റ് അതോറിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം 2021 കോമ്പറ്റന്റ് അതോറിറ്റി പോപ്പുലർ ഫിനാൻസിൻ്റെ എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളും അറ്റാച്ച് ചെയ്ത് പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ചെയ്ത് ഓർഡർ ഇറക്കിയിരുന്നത്. എന്നാൽ കൊല്ലം ഡിസ്ട്രിക്റ്റ് ഒഴിച്ച് ബാക്കി ഒരു ഡിസ്ട്രിക്റ്റും ഇതിലെ നടപടികൾ യഥാസമയം എടുത്തിരുന്നില്ല എന്നുള്ളതാണ്. കൊല്ലം ഡിസ്ട്രിക്റ്റ് 30 ദിവസത്തിനിടയ്ക്ക് ഇവരുടെ ആസ്തി വിവരങ്ങൾ കണക്കാക്കുകയും അത് കോടതിയിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റുള്ള ജില്ലാ കളക്ടർമാരെ അത് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ആസ്തികൾ പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരുടെ പോപ്പുലർ ഫിനാൻസിൻ്റെ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഇവരിപ്പോൾ കലക്ടറോട് പറയുന്നത് ഇവരുടെ പ്രോപ്പർട്ടികൾ പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റ് ചെയ്യൂ, ബാക്കി കാര്യങ്ങൾ കോടതിയിൽ നമ്മൾ മൂവ് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഈ ഒരു പോപ്പുലർ ഹൈറിച്ചിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് റീഇഷ്യൂ ചെയ്തത് നിയമപരമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു ഹൈറിച്ചിൻ്റെ കേസിൽ. എന്നാൽ അതിൻ്റെ സെഷൻസ് കോടതിയെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. സെഷൻസ് കോടതി റീഇഷ്യൂ ചെയ്യാം എന്നുള്ള ഉത്തരവ് കഴിഞ്ഞ ജനുവരി 28 ഇട്ടിട്ടുണ്ടായിരുന്നു, റീഇഷ്യൂ ചെയ്യാമെന്നുള്ളത്. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് കോമ്പറ്റന്റ് അതോറിറ്റി പോപ്പുലർ ഫിനാൻസിൻ്റെ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ഓർഡർ റീഇഷ്യൂ ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ മാർച്ച് 11. ഇതിലുള്ള ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ഡിസ്ട്രിക്റ്റ് ഒഴിച്ച് ബാക്കി ഒരു ഡിസ്ട്രിക്റ്റും യഥാസമയം ഈ പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ് ഓർഡറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല എന്നും, അതുകൊണ്ട് തന്നെ ഈ ഓർഡർ 2021 പുറപ്പെടുവിച്ച ഓർഡർ റീഇഷ്യൂ ചെയ്യുന്നു. ബാക്കിയുള്ള കളക്ടറൊക്കെ 30 ദിവസത്തിനിടയ്ക്ക് ഇവരുടെ സ്ഥാപനങ്ങൾ കണ്ടെത്തുകയും അത് അറ്റാച്ച് ചെയ്യുകയും ചെയ്യണം. ഇത് കോടതി അനുമതി കിട്ടിയിരിക്കുന്ന ജില്ലാ കളക്ടർമാർ അവരുടെ വസ്തുവകൾ വിറ്റ് അത് പണമാക്കി മാറ്റണം, എന്നിട്ട് നിക്ഷേപകർക്ക് കൊടുക്കണം എന്നുള്ള ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പാണ്. ബഡ്സ് ആക്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു കേസ് എന്ന് പറയുന്നത് പോപ്പുലർ ഫിനാൻസ് ആണ്. ആ പോപ്പുലർ ഫിനാൻസിൻ്റെ കേസിൽ ഒരു നല്ലൊരു വഴിത്തിരിവാണ് ഈ ഹൈറിച്ചോളികൾ ഇങ്ങനെ കേസ് വലിച്ചു നീട്ടി കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തി കൊണ്ടുവരുന്ന ഇവരെ കൊണ്ട്, നമ്മുടെ ഹൈറിച്ചുകാരെ കൊണ്ട് പോപ്പുലർ ഫിനാൻസ് നിക്ഷേപകർക്ക് ഒരു ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പം കോടതിയിൽ നിന്ന് തന്നെ വ്യക്തമായി മറുപടി കിട്ടിയ സ്ഥിതിക്ക് ബാക്കി എല്ലാ കേസുകളിലും ഇതുപോലെ റീഇഷ്യൂ ചെയ്യാം എന്നുള്ള കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് ബഡ്സ് അതോറിറ്റിയുടെ ഉത്തരവ് നിങ്ങൾക്ക് നോട്ടീസ് ബോർഡ് എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ബൈ.